ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഉച്ചയൂണിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നേരത്തെ തന്നെ അരിയൊക്കെ അടുപ്പിലിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം വേവാറായിട്ടുണ്ട്. ഓണം കൂടലും പരിപാടികളും എല്ലാം കഴിഞ്ഞ് അടുക്കള വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണിന്ന്. മീൻകറി വെക്കാനായിട്ട് നേരത്തെ മീനെല്ലാം വൃത്തിയാക്കി വെച്ചു. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. എനിക്കിങ്ങനെ പൊടികളെല്ലാം എണ്ണയിൽ മൂപ്പിച്ച് തേങ്ങ അരപ്പ് ചേർത്ത് ഉണ്ടാക്കുന്ന മീൻകറിയോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. കരിഞ്ഞു പോകാതെ നന്നായിട്ട് മൂത്ത് വന്ന പൊടികളിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും പുളിയും ചെറിയുള്ളിയും ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചിരിക്കുന്ന അരപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് അരപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനു മുമ്പായിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയാണ്. നമ്മുടെ വീട്ടിൽ പ്രധാനമായിട്ടും മീൻകറി വെക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് തേങ്ങ അരച്ചും പിന്നെ തേങ്ങ അരയ്ക്കാതെ മുളകിട്ട രീതിയിലും. 2 കറിക്കും വെവ്വേറെ തന്നെയാണ് രുചിയുള്ളത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന അരപ്പിലേക്ക് പച്ചമുളകും മുരിങ്ങയ്ക്കയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് തിളച്ച് വരുന്ന അരപ്പിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന ചൂരമീനാണ്. ഈ ചൂരമീൻ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ ഭയങ്കര രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ഈ റെസിപ്പി. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ചെറുതായിട്ടൊന്ന് സൈഡ് തുറന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അരപ്പെല്ലാം തിളച്ച് സ്റ്റൗ വൃത്തികേടാകും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ വീട്ടിലെ വാഴയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പഴമൊക്കെ ഓരോ കവറിലാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ ഞാൻ മരിച്ചിനി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിലാണ് വെച്ചത്. ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ജീരകവും പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് കലക്കിയെടുത്ത് നന്നായിട്ട് ചൂടായിരിക്കുന്ന മരച്ചീനിയിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഉപ്പ് വേവിക്കുമ്പം ചേർത്തിട്ടുള്ളത് കൊണ്ട് പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്തത്. അപ്പോൾ അത് നടക്കുന്ന കാര്യമില്ല എന്ന് തോന്നി. പിന്നെ ഒരു മാഷർ എടുത്തങ്ങ് ഉടച്ചെടുത്തു. ഇപ്പം നല്ലപോലെ തന്നെ ഉടച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ഒരുപാടൊന്നും അങ്ങ് പേസ്റ്റ് രൂപത്തിലൊന്നും ആക്കുന്നില്ല. എനിക്ക് ചെറുതായിട്ട് കട്ടയുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ മീൻകറി വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു റിങ് ഇട്ട് അടുപ്പത്ത് നിന്ന് അതങ്ങോട്ട് മാറ്റി വാങ്ങി വെച്ചു. ഇനി ഒരു അടപ്പും പകുതിക്ക് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഒരു സിമ്പിൾ മോര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോര് കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ചളവിലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൊടിക്കാത്ത ഉലുവയാണുള്ളതെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉലുവപ്പൊടിയാണ്, അതുകൊണ്ട് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മൂത്ത് വന്ന നമ്മുടെ ഉള്ളിയിലേക്ക് ഒരു നുള്ളു ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്ന 2 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മിക്സിയിൽ കട്ടയുടച്ച് വെച്ചിട്ടുള്ള 1 കപ്പ് പുളിയില്ലാത്ത തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് വെള്ളവും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കറിയാണിത്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഈ കറി കാണാതിരിക്കില്ല. പിന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണല്ലോ. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പും ഉലുവപ്പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ പാകത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജും ബീട്രൂട്ടും സവോളയും കൂടി ഉണ്ടൊരു തോരനാണ്. ഒരു മിക്സഡ് തോരനാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാൻ ചോപ്പറിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ചോപ്പർ ഉള്ളതുകൊണ്ട് ഈ തോരനെല്ലാം അരിയാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ നല്ല കുനുകുനായിട്ട് തന്നെ നമ്മുടെ തോരനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് കിട്ടും. നേരത്തെ ഉണ്ടാക്കിയ ഒഴിച്ചുകൂട്ടാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിയതിന് ശേഷം അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്.
അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകും കൂടെ ചേർത്ത് പൊട്ടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ടും ക്യാബേജും സവോളയും 2 പച്ചമുളകും കൂടെ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അതും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരടപ്പ് കൊണ്ട് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് ആവിയേറ്റിയെടുക്കണം. പിന്നെ നമ്മുടെ തോരനിലേക്ക് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അരപ്പിലേക്ക് വെറുതെ കുറച്ച് ചിരടിയ തേങ്ങ ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്ത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ക്യാബേജൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്താണ് ഈ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചൂടാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തോര ഇവിടെ റെഡിയാണ്. ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് താമസിച്ചാണ് അടുക്കളയിൽ ജോലി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് താമസിച്ചു. സാധാരണ 1 മണിയാകുമ്പോൾ നമ്മൾ ചോറ് കഴിക്കുന്നതാണ്. ഇന്നിപ്പോൾ കുറച്ചുകൂടെ താമസിച്ചു, ഒരു 1:30 ആയപ്പോഴാണ് ജോലിയെല്ലാം കഴിഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മീനും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. നത്തോലി മീനാണ് വറുത്തെടുത്തത്. പിന്നെ ഒരു പാത്രത്തിലേക്ക് ചോറ് വിളമ്പി, അച്ചാർ വിളമ്പി, തോരനും കിഴങ്ങും പുളിശ്ശേരിയും മീൻകറിയും മീൻ വറുത്തതും എല്ലാം കൂട്ടി ചോറങ്ങ് കഴിച്ചു. നല്ല വിശന്നിരുന്നുകൊണ്ടാണെന്നും അറിയില്ല, നല്ല ടേസ്റ്റായിരുന്നു. ഞാനിവിടെ മീനിൻ്റെ തലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനിൻ്റെ തല. നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് മീനിൻ്റെ തല ഇഷ്ടം? ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. 3 മാസം കൊണ്ട് നമ്മുടെ ചാനലിലേക്ക് ജെന്യുവിനായിട്ടുള്ള 56 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. കേൾക്കുമ്പോൾ എണ്ണമൊക്കെ വളരെ കുറവാണെങ്കിലും ഞാനിതിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.